ഹായ് everyone, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ നാം പരിശോധിക്കുന്നത് ലേറ്റ് എന്ന ഇംഗ്ലീഷിലെ ചെറുവാക്കിനെ കുറിച്ചാണ്. രണ്ട് കമ്പാരിറ്റീവ് ഫോമും രണ്ട് സൂപ്പർലേറ്റീവ് ഫോമുമുള്ള വാക്കുകളിലൊന്നാണ് ലേറ്റ് എന്ന വാക്ക്. അഡ്ജക്റ്റീവുകൾക്ക് 3 ഡിഗ്രി ഓഫ് കമ്പാരിസൺസ് ഉണ്ട്. അവ പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് എന്നിങ്ങനെയാണ്. അപ്പോൾ ലേറ്റിൻ്റെ കമ്പാരിറ്റീവ് ഫോമും ലേറ്ററും സൂപ്പർലേറ്റീവ് ഫോം ലേറ്റസ്റ്റും ആകുന്നു. ലേറ്റ്, ലേറ്റർ, ലേറ്റസ്റ്റ് എന്നിങ്ങനെയാണ് 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺസ്. ഇതിൻ്റെ മീനിങ്സ് വിശദമായി നമുക്ക് നോക്കാം. പുതുതായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സഹായിക്കുക. ഫ്രണ്ട്സ് ഒരുമിച്ച് പോകുന്ന പ്രോഗ്രാമിന് ഒരാൾ താമസിച്ചു വന്നാൽ നമ്മൾ ചോദിക്കും, നീ എന്താ ലേറ്റ് ആയത്? അതിൻ്റെ അർത്ഥം നീ എന്താ വൈകിപ്പോയത്. എക്സാമ്പിൾ, ഐ അപ്പോളജൈസ് ഫോർ ബീയിങ് ലേറ്റ് ഇൻ ടു ദ മീറ്റിംഗ്. ലേറ്റിൻ്റെ കമ്പാരിറ്റീവ് ഫോമാണ് ലേറ്റർ. ഇത് സമയത്തെ സൂചിപ്പിക്കുന്നു. എക്സാമ്പിൾ, ഷീ വിൽ കം ലേറ്റർ. അതിൻ്റെ അർത്ഥം അവൾ പിന്നീട് വരുമെന്നാണ്. ലേറ്റസ്റ്റ് ആണ് എൻ്റെ സൂപ്പർലേറ്റീവ് ഫോം. ലേറ്റസ്റ്റിൻ്റെ അർത്ഥം ഏറ്റവും പുതിയത് എന്നാണ്. ലേറ്റസ്റ്റ് ഈസ് ആൻ adjective that describes something as the most recent or newest. Example, his latest film is super hit. ലേറ്റിൻ്റെ തന്നെ മറ്റൊരു കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും ആണ് ലാറ്ററും ലാസ്റ്റും. ലാറ്റർ എന്നാൽ രണ്ടാമത് പറഞ്ഞത് എന്നാണ് അർത്ഥം. ലാറ്റർ ഈസ് യൂസ്ഡ് ടു റെഫർ ടു ദ സെക്കൻഡ് ഓഫ് ടു മെൻഷൻഡ് തിങ്സ്. എക്സാമ്പിൾ, ഇറ്റ് ഹാപ്പൻഡ് ഇൻ ദ ലാറ്റർ ഹാഫ് ഓഫ് ദ ഇയർ. മറ്റൊരു സൂപ്പർലേറ്റീവ് ഫോമാണ് ലാസ്റ്റ്. ലാസ്റ്റിൻ്റെ അർത്ഥം അവസാനത്തെ അല്ലെങ്കിൽ ഫൈനൽ എന്നാണ്. എക്സാമ്പിൾ, മൈ ഹോഴ്സ് വാസ് ലാസ്റ്റ് ഇൻ ദ റേസ്. ലേറ്റ് എന്ന വാക്ക് റീസെൻ്റായി മരിച്ചുപോയ വ്യക്തികളെപ്പറ്റി സൂചിപ്പിക്കാനും ഉപയോഗിക്കുന്നു. എക്സാമ്പിൾ, ദ ലേറ്റ് മിസ്റ്റർ ജോൺ. കമ്പാരിറ്റീവിലും സൂപ്പർലേറ്റീവിലും രണ്ടു തരം ഫോംസ് ഉള്ള ആഡ്ജക്റ്റീവ്സ് വേറെയുമുണ്ട്. ഇതൊക്കെയാണ് ലേറ്റിൻ്റെ അർത്ഥങ്ങളും അവയുടെ ഡിഗ്രീസ് ഓഫ് കമ്പാരിസണും. പുതുതായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സഹായിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.